Dear students, while dealing with the area project management, an important study to be conducted is feasibility study. It is required at the initial stage of project management. So it is the first stage in the process of project formulation or project development. പ്രോജക്റ്റ് ഫോർമുലേഷൻ സ്റ്റേജിൽ തന്നെ വേണ്ട ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ടു എക്സാമിൻ ദ ഡിസയറബിലിറ്റി ഓഫ് മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇഫ് വി ആർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വി ഹാവ് ടു പ്രൈമറിലി സ്റ്റഡി വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, വെദർ ഇറ്റ് ഈസ് ടു ബി കണ്ടിന്യൂഡ് ഓർ നോട്ട്. ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നടത്തണോ വേണ്ടയോ എന്നുള്ള വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി റെഫേഴ്സ് ടു ആൻ അസസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് പ്രപ്പോസ്ഡ് പ്ലാൻ ഓർ എ പ്രോജക്റ്റ് ഓർ മെത്തേഡ്. നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി അസസ് ചെയ്യുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് അത് പ്രാക്ടിക്കലി നടക്കോ ഇല്ലയോ, അല്ലേ, വെദർ ഇറ്റ് ഇക്കണോമിക്കലി വേയബിൾ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് ടെക്നോളജിക്കലി വേയബിൾ ഓർ നോട്ട്. അതിൻ്റെ ഓരോ ആസ്പെക്റ്റും അതിൻ്റെ വേയബിലിറ്റി, ഫീസിബിലിറ്റി, അല്ലേ, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is to examine whether the project is possible or feasible. അല്ലേ, പ്രൊജക്റ്റ് നടക്കോ ഇല്ലയോ ഇത് എക്സാമിൻ ചെയ്യലാണ് ഫീസിബിലിറ്റി സ്റ്റഡി. സോ ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പ്രോജക്റ്റ് ടു ഡിറ്റർമിൻ ദ വേയബിലിറ്റി ഓഫ് ആൻ ഐഡിയ ഓർ പ്രോജക്റ്റ്. ഒരു പ്രൊജക്റ്റിൻ്റെ വേയബിലിറ്റി, അല്ലേ, അതിൻ്റെ സാധ്യതകൾ ഡിറ്റർമിൻ ചെയ്യാൻ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് സ്റ്റഡി ചെയ്യലാണ്. അല്ലേ, ഇറ്റ് മേ ബി ഇൻക്ലൂഡിങ് ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്, ടെക്നോളജിക്കൽ ആസ്പെക്ട്സ്, consumer side aspects. All these aspects are to be studied. So it is the end of study of different aspects of a project. It is to ensure whether the proposed project is legally and technically feasible as well as economically justifiable. It ensures, നമ്മൾ ഇങ്ങനെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, അല്ലേ, ഒരുപാട് ഏരിയ ഞാൻ പറഞ്ഞു, ലീഗൽ ഏരിയ, ടെക്നിക്കൽ ഏരിയ, ഇക്കണോമിക്കൽ ഏരിയ, ഫിനാൻഷ്യൽ ഏരിയ, ഈ ഏരിയാസൊക്കെ ഫീസിബിളാണോ അല്ലയോ എന്ന് എൻഷുവർ ചെയ്യലാണ്, ഉറപ്പുവരുത്തലാണ്. സോ ഇറ്റ് എൻഷുവേഴ്സ് the proposed project's legal feasibility, technical feasibility, and also economically whether it is justifiable or not, whether it is financially feasible or not. All these are ensured or examined in case of feasibility study. It tells whether the project is worth to invest funds. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സ്റ്റഡി ചെയ്യലാണ്. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി ഇവാലുവേറ്റ്സ് ദ പ്രോജക്ട്സ് പൊട്ടൻഷ്യൽ ഫോർ സക്സസ്. അല്ലേ, വിജയിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. സോ അറ്റ് ദ പ്രൈമറി സ്റ്റേജ് ഓഫ് എ പ്രോജക്റ്റ്, സ്പെസിഫിക്കലി അറ്റ് ദ ടൈം ഓഫ് പ്രോജക്റ്റ് ഫോർമുലേഷൻ, we have to study different aspects of a project, whether it is technically good or not, whether it is financially good or not, whether it will be accepted legally or not. All these are studied in case of feasibility study. The importance of feasibility study: first, it improves the focus of the project team. It improves the focus. അല്ലെ, പ്രൊജക്റ്റ് ടീമിന് ഏതൊക്കെ മേഖലകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഒരു ഡയറക്ഷൻ നൽകുന്നു. ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്.
നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ലീഗൽ ഏരിയ, ടെക്നിക്കൽ ഏരിയ, ഇക്കണോമിക് ഏരിയ എക്സെട്ര. അപ്പം ഇങ്ങനെ ഓരോ ആസ്പെക്റ്റും സ്റ്റഡി ചെയ്യുമ്പോൾ ആക്ച്വലി ഇറ്റ് വിൽ ഗിവ് ന്യൂ ഐഡിയാസ്, ന്യൂ പ്രോജക്റ്റ് ഐഡിയാസ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. വി ക്യാൻ ഐഡൻറ്റിഫൈ ന്യൂ opportunities, new ideas relating to the project. Then it provides valuable information for a go or no go decision. ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന ഒരു ഡിസിഷൻ എടുക്കാൻ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡിയിലൂടെ കിട്ടും. ദെൻ ഇറ്റ് നാരോസ് ദ ബിസിനസ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സമയത്ത് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നാണ് ഒരു നല്ല ഡിസിഷൻ എടുക്കുക. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നാണ് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ 1-2 പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഈ ഓൾട്ടർനേറ്റീവ്സിനെ നാരോ ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇഫ് എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ഈസ് ഫീസിബിൾ വി ക്യാൻ ആക്സെപ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ വി ക്യാൻ റിജക്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഫീസിബിൾ അല്ലാത്ത പ്രൊജക്റ്റുകളെ റിജക്റ്റ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഐഡൻറ്റിഫൈസ് വാലിഡ് റീസൺ ടു അണ്ടർടേക്ക് ദ പ്രൊജക്റ്റ്. ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈ വി ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ്, whether it is technically okay, whether it is financially okay, whether it is legally okay, all these can be identified with the help of feasibility study. Then it enhances the success rate by evaluating multiple parameters. നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. Then it helps in decision making on the project. And also it identifies reasons not to proceed with the project. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നതിനുള്ള റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. കാരണം വി ആർ സ്റ്റഡിയിങ് ഓൾ ദ ആസ്പെക്ട്സ്, ദ ഫീസിബിലിറ്റി ഓഫ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്റ്റ്. Then there are important types of feasibility studies. The important types of feasibility studies are technical feasibility. ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ. ഈ ടെക്നോളജി ഇത് പുതിയതാണോ പഴയതാണോ, വെദർ ഇറ്റ് വിൽ ബി ആക്സെപ്റ്റഡ് ബൈ കൺസ്യൂമേഴ്സ് ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് ഫിനാൻഷ്യലി ഓക്കെ ഓർ നോട്ട്. ദെൻ ഇക്കണോമിക് ഫീസിബിലിറ്റി, അതിൻ്റെ ഫിനാൻഷ്യൽ ഏരിയാസ്, വാട്ട് വിൽ ബി ദ കോസ്റ്റ്, what will be the benefit, what will be the capital required, all this can be studied. Then legal feasibility, whether the project, whether the business is lawful or not, whether it is legal or not. Then operational feasibility, operate ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ. Then social feasibility, whether it is socially accepted or not, സൊസൈറ്റി നമ്മുടെ പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ, whether it is socially desirable or not. These are the types of feasibility: technical, economic, legal, operational and social feasibilities. ഒരു ഏരിയ ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ്, ഓർ ടെക്നിക്കൽ അനാലിസിസ്. Technical feasibility study is also called technical analysis. It is the examination of technical aspects of the project. പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ പരിശോധിക്കുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് അസർട്ടൈൻസ് വെദർ ദ പ്രൊജക്റ്റ് ഈസ് ടെക്നിക്കലി സൗണ്ട് ഓർ വേയബിൾ. അല്ലേ, നമ്മുടെ പ്രൊജക്റ്റ് ടെക്നിക്കലി സൗണ്ടാണോ, വേയബിൾ ആണോ, ഫീസിബിൾ ആണോ എന്ന് നോക്കുന്നതാണ്. whether it is outdated technology or new technology, or whether the technology is costly or not, whether the technology will be acceptable or not. These are ascertained with the help of technical analysis or technical feasibility study. The scope or areas of technical feasibility study, നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ കവർ ചെയ്യേണ്ട ഏരിയാസ്, ഫസ്റ്റ് മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ്. മെറ്റീരിയൽ ഇൻപുട്സ് ആൻഡ് യൂട്ടിലിറ്റീസ് ആണ്. മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ടെക്നോളജി, വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ പ്രോസസ്, വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ ടെക്നോളജി, ദെൻ വാട്ട് ഈസ് ദ പ്ലാന്റ് കപ്പാസിറ്റി, വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദ പ്ലാന്റ്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് അവർ സൈറ്റ്,
then size of plant, then product mix. What are the combinations of products offered? That is called product mix. Then factory design. Factory design എങ്ങനെയാണ്, layout എങ്ങനെയാണ്. Then type of factory building, ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ്. Then machineries and equipments used. Then plant or factory layout. All these are the scope or areas of technical feasibility. ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലാനിൻ്റെ കപ്പാസിറ്റി, പ്ലാന്റിൻ്റെ ലേ ഔട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫാക്ടറിയുടെ ലേ ഔട്ട്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മെഷീനറി യൂസ്ഡ്, ഓർ സൈസ് ഓഫ് ദി പ്ലാന്റ്, പ്ലാന്റിൻ്റെ വലിപ്പം, ഇങ്ങനെ എല്ലാ ആസ്പെക്റ്റും സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And next is economic feasibility or financial feasibility, then legal feasibility, operational feasibility and social feasibility studies. Okay, thank you very much.